നമസ്കാരം. യാത്രക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. തുടർച്ചയായ 4-ാം ദിവസവും കേരളത്തിലേക്കുള്ള സർവീസുകൾ മുടങ്ങി. ഹിജറ പുതുവർഷത്തോട് അനുബന്ധിച്ച് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദ് ആശംസകൾ നേർന്നു. ഒമാൻ അസംസ്കൃത എണ്ണവില കുതിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത് തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. തുടർച്ചയായ 4-ാം ദിവസവും സർവീസുകൾ മുടങ്ങി. ഇന്ന് കണ്ണൂർ സെക്ടറിലേക്കുള്ള സർവീസാണ് ഇന്ന് മുടങ്ങിയത്. ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് മസ്കറ്റിലെത്തേണ്ട വിമാനവും മസ്കറ്റിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് ഉച്ച കഴിഞ്ഞ് കണ്ണൂരിൽ എത്തേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ യാത്രക്കാർക്ക് നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ സർവീസ് മുടക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരിതമാണ് പ്രവാസ ലോകത്തുള്ള യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. ഇന്നലെ മസ്കറ്റ് കോഴിക്കോട് റൂട്ടിലും ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിലേക്കും സർവീസുകൾ ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും വിമാനം റദ്ദാക്കിയുള്ള അറിയിപ്പ് യാത്രക്കാരെ തേടി എത്തിയിരിക്കുന്നത്. യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികൾ പറയുന്നത്. എക്സ്പ്രസിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലം സാധാരണക്കാരായ യാത്രക്കാരും കുറഞ്ഞ ദിവസത്തിന് അവധിക്ക് പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഹിജറ പുതുവർഷത്തോട് അനുബന്ധിച്ച് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദ് ആശംസകൾ നേർന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉടനീളം സമാധാനത്തിനും സമൃദ്ധിക്കും സൗഹാർദ്ദത്തിനും വേണ്ടിയുള്ള ഹൃദയംഗമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുകയാണെന്ന് അറബ് ഇസ്ലാമിക നേതാക്കൾക്കുള്ള സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. ഒമാൻ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്ന് ബാരലിന് $87.49 ഇന്നലെ 83 സെന്റാണ് കൂടിയത്. വ്യാഴാഴ്ച എണ്ണവില $86.66 ആയിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒമാൻ എണ്ണവില മുകളിലോട്ടാണ്. ബാരലിന് $90 എത്തുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതും ഒപെക് അംഗരാജ്യങ്ങൾക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതുമാണ് എണ്ണവില ഉയരുവാനുള്ള പ്രധാന കാരണം. ഒമാൻ എണ്ണവില ബാരലിന് $100 എത്തുന്നതുവരെ ഒപെക് അംഗരാജ്യങ്ങൾ വെട്ടിക്കുറച്ച ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള മാർക്കറ്റിൽ എണ്ണയുടെ ഡിമാൻഡ് ഈ ആഴ്ച കൂടുതൽ വർദ്ധിച്ചു. കഴിഞ്ഞ 4 ആഴ്ചയായി എണ്ണയുടെ ഡിമാൻഡ് ഉയർന്നു വരികയാണ്. ഒപെക് അംഗരാജ്യങ്ങളും റഷ്യയും എണ്ണ കയറ്റുമതി കുറച്ചതാണ് ഇതിനുള്ള കാരണം. ഇതോടെ മാർക്കറ്റിൽ ആവശ്യത്തിനൊത്ത രീതിയിൽ എണ്ണ ലഭ്യമല്ല. ഇതാണ് എണ്ണവില വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണം. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെയർ സ്റ്റാർമറിനെ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദ് അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ വികസിക്കുന്നതിനും വളർത്തുന്നതിനും ബ്രിട്ടീഷ് ജനതയ്ക്ക് കൂടുതൽ പുരോഗതിയും ഐശ്വര്യവും കൈവരിക്കുവാനും ആശംസകൾ നേരുകയാണെന്ന് സുൽത്താൻ കേബിൾ സന്ദേശത്തിൽ അറിയിച്ചു. 4.5 പതിറ്റാണ്ടുകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ സിജി മസ്കറ്റിന്റെ സജീവ പ്രവർത്തകനും എക്സിക്യൂട്ടീവ് അംഗവും കരിയർ ഗുരുവുമായ മൂസക്കോയ്ക്ക് സിജി മസ്കറ്റ് യാത്രയപ്പ് നൽകി. ഇംഗ്ലീഷ് സാഹിത്യമടക്കം വായനയെ ജീവിതത്തോടൊപ്പം കൂടെ കൊണ്ടുനടന്ന അപൂർവം പ്രവാസികളിൽ ഒരാളായിരുന്നു മൂസക്കയെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് 1979 ഇദ്ദേഹം ഒമാനിൽ എത്തുന്നത്. ഒമാനിൽ നിന്നും യാത്ര പറയുമ്പോൾ ഏറെ സംതൃപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്താണ് താമസിക്കുന്നത്. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം യോർ എക്സ്ചേഞ്ച്. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.